ബേർട്ട് മുൺറോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂസിലാൻഡുകാരനായ ഒരു ബൈക്ക് പ്രേമി, ബൈക്ക് റൈഡർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അമേരിക്കയിലെ ബോണവിൽ സോൾട്ട് ഫ്ലാറ്റിൽ പോയി വേഗതയിൽ റെക്കോർഡ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പഴയ ഇന്ത്യൻ സ്കൗട്ട് ബൈക്ക്. അതിൻ്റെ വേഗത വാങ്ങിക്കുന്ന സമയത്ത് 55 മൈൽസ് പെർ അവർ, ഏകദേശം 89 കിലോമീറ്റർ പെർ അവർ ഓടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. അവിടെ പോയി മത്സരിക്കണമെങ്കിൽ തീർച്ചയായും ആ സമയത്ത് മത്സരിക്കുന്ന സമയത്ത് ഉള്ള മികച്ച ബൈക്കുകളുമായി വേണം മത്സരിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ ഗാരേജിൽ അദ്ദേഹം നിരന്തരം അതിനെ മോഡിഫിക്കേഷനുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയ പാർട്ടുകൾ സ്വന്തമായി വാങ്ങി അദ്ദേഹം അതിനെ മിനുക്കുപണികൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 55 എന്നുള്ളതിൽ നിന്ന് അദ്ദേഹം 85 മൈൽസ് പെർ അവർ വരെ അതിൻ്റെ വേഗത കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അഹോരാത്രം പണിയെടുത്തു തൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി. അങ്ങനെ ആ ദിവസം വന്നെത്തി അദ്ദേഹത്തിന് യാത്രയാകാൻ അമേരിക്കയിലേക്ക്. അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഷിപ്പിൽ അയക്കുകയും പിന്നീട് അദ്ദേഹം ഷിപ്പിൽ തന്നെ യാത്ര ചെയ്ത് അവിടെ അമേരിക്കയിലെത്തുകയും അവിടെ നിന്ന് ആ വാഹനം വഹിച്ചുകൊണ്ട് ഈ ബോണവിൽ സോൾട്ട് ഫ്ലാറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഈ യാത്രയിൽ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കടമ്പകളും കടന്ന് ഒരു ലോകം മുഴുവൻ താണ്ടി അദ്ദേഹം ആ സ്വപ്ന ഭൂമിയിൽ ചെന്നെത്തുകയാണ്. അവിടെ ചെന്നെത്തുമ്പോഴും സംഘാടകരുടെ ചില കളിയാക്കലുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിന് പ്രായം 68 വയസ്സ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഹനം 47 വർഷം പഴക്കമുള്ള ഒരു വാഹനം. ആ വാഹനവുമായിട്ടാണ് അദ്ദേഹം അവിടെ ആ മത്സരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് ട്രയലിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളത്. പലരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ വാഹനവുമായി എവിടെയെങ്കിലും കൊണ്ടുപോയി ക്രാഷ് ചെയ്ത് മരണപ്പെടുകയാണെങ്കിലോ എന്ന്. അതിന് അദ്ദേഹം നൽകിയൊരു മറുപടി ഉണ്ടായിരുന്നു. ഈ ഒരു വാഹനത്തിൽ ഞാൻ 5 മിനിറ്റ് പറന്നു പോകുന്നത് എത്രയോ ആളുകൾ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതിന് അതിനേക്കാൾ മുകളിലാണ് എന്നാണ് അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞത്. മറ്റൊരു സംഘാടകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിൻ്റെ ചില പാർട്ടുകൾ എത്രയോ 40 വർഷത്തോളം പഴക്കമുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ശരിയായ രീതിയിൽ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞാൻ ഇത് നിർത്തുവാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, നിർത്താതെ ഓടിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും മനോവീര്യവും അവിടെയുള്ള സംഘാടകരെ അദ്ദേഹത്തെ ഈ ഒരു കോൺടെസ്റ്റിൽ ട്രയലിൽ പങ്കെടുപ്പിക്കുകയല്ലാതെ മറ്റൊന്നിനും അനുവദിച്ചില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം അദ്ദേഹത്തിന് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് പിറന്നത് ചരിത്രമായിരുന്നു. 1000 cc വെഹിക്കിളുകളിൽ, മോട്ടോർ ബൈക്കുകളിൽ, ആ ഗണത്തിൽപ്പെടുന്ന ബൈക്കുകളിൽ അദ്ദേഹം സ്ഥാപിച്ച ആ റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നു, ഭേദിക്കപ്പെടാതെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 85 മൈൽസ് പെർ അവറിൽ നിന്ന് അദ്ദേഹം 295 കിലോമീറ്റർ പെർ അവറിലേക്ക് ആ വാഹനത്തെ എത്തിച്ചു എന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോടുള്ള അഭിനിവേശത്തെയുമൊക്കെ നമുക്ക് ഒരുപാട് കാണാനും അതിൽ നിന്ന് പഠിക്കുവാനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്കും തീർച്ചയായും ഈ
ബേർട്ട് മുൺറോ എന്ന ഈ ഐതിഹാസിക നായകൻ്റെ ജീവിതകഥ, റിയൽ സ്റ്റോറി ഒരു പ്രചോദനമാവട്ടെ. തീർച്ചയായും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളുടെ കഥകൾ നമുക്ക് സഹായകമാവുകയും ചെയ്യട്ടെ. പ്രായം എന്നുള്ളത് വെറും ഒരു അക്കം മാത്രമാണ് എന്ന് ബേർട്ട് മുൺറോ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രമാത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്നുകൂടി ഓർക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. Aren't you scared you'll kill yourself if you crash? No, you live more in 5 minutes on a bike like this, going flat out, than some people live in a lifetime.